തട്ടിയെടുത്തോണ്ട് പോകുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. So that is the dual role of the enemy. അത് ശത്രുവിന്റെ ആ രണ്ട് വിധത്തിലുള്ള പ്രവർത്തനമാണ്. He will take away or snatch away the good the seed which has fallen in certain places. ആ ചില സ്ഥലങ്ങളിൽ വിതയ്ക്കപ്പെട്ട നല്ല വിത്ത് ശത്രു അവൻ തട്ടിയെടുത്തോണ്ട് പോകുന്നു. He is also able to sow the tares in some places which is a good ground. നല്ല ഗ്രൗണ്ട് നല്ല സ്ഥലത്ത് അവൻ ഇതാ കള കൊണ്ടൊന്ന് വിതയ്ക്കുകയും ചെയ്യുന്നു. Now if you understand this parable, ഈ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ some places the ground is not good. ചില സ്ഥലത്ത് ആ സ്ഥലം നല്ലതല്ല. And from there if the seed has fallen there, അവിടെ വിത്ത് വീണാൽ it is very easy for him to take it away or snatch it away and go. അത് തട്ടിയെടുത്തോണ്ട് പോകാൻ വളരെ എളുപ്പമാണ്. That he does. അതവൻ ചെയ്യുന്നു. He is successful there. അതിൽ അവൻ വിജയിക്കുന്നു. But some places the field is very good. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആ വിതയ്ക്കുന്ന സ്ഥലം വളരെ നല്ലതാണ്. And when it is sown in the very good field, വളരെ മനോഹരമായിരിക്കും ഒരുക്കപ്പെട്ടതായ സ്ഥലം, he cannot take it away easily. അത് വേഗത്തിൽ എടുത്തോണ്ട് പോകാൻ പറ്റില്ല. So what he does, അവൻ എന്താ ചെയ്യുന്നത്? he sows something more there. അവിടെ ചില കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നു. So the wicked one, the enemy, has a dual role. ഇവിടെ ശത്രുവിന് രണ്ട് വിധത്തിലുള്ളതായിരിക്കുന്ന പ്രവർത്തനമുണ്ട്. In the business of sowing, അവന് വിതയ്ക്കുന്ന ജോലിയുണ്ട്, that is taking away and planting. അവനത് തട്ടിയെടുത്തോണ്ട് പോകുന്ന ജോലിയുമുണ്ട്. But what is highlighted here, എന്നാൽ ഇവിടെ ഊന്നി പറയുന്ന വിഷയം, the enemy who has sowed the tares there, ഇവിടെ ശത്രു വന്ന് കള വിതയ്ക്കുകയാണ്. he sowed it when the men slept. ആളുകൾ ഉറങ്ങിയപ്പോഴാണ് കൊണ്ടൊന്ന് വിതച്ചത്. That is the dangerous point there. അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. If you understand the whole concept of this parable, ഈ ഉപമയുടെ മുഴുവനായിരിക്കുന്ന ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, the whole reason for that is because the men slept. ഇതും എല്ലാം സംഭവിച്ചത് മനുഷ്യൻ ഉറങ്ങിയപ്പോഴാണ്. What does it tell us? What does it tell us? ഇതെന്താണ് നമ്മൾ There പറയുന്നത്? are some men who are not supposed to be sleeping. ചില ആളുകൾ ഉറങ്ങുവാനായിട്ട് പാടില്ല. They are supposed to be watching. അവരെപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കണം. When they are supposed to be watching, അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ if they are sleeping, ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉറങ്ങിയാൽ enemy knows that. അത് ശത്രുവിനറിയാം. Enemy knows. അത് ശത്രുവിനറിയാം. He knows sleep is a very delicate instrument he can use against the field of God. ദൈവത്തിന്റെ ആ വയലിൽ ശത്രുവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ആളുകൾ ഉറങ്ങുന്ന സമയം. At the time of the crucifixion and the resurrection of our Lord Jesus, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത്, now when he was put in the tomb and the tomb was secure, ആ കർത്താവിനെ ആ കല്ലറയിൽ വെച്ചു, കല്ലറ ഉറപ്പാക്കി. they had a doubt that he might rise at any time. അവൻ ഏത് സമയത്ത് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ചിന്ത So അവർക്കുണ്ടായിരുന്നു. a battalion of soldiers were posted there, അവിടെ ചില പടയാളികളെ അത് സൂക്ഷിക്കാനായിട്ട് നിയോഗിച്ചു. and the tomb was closed and sealed with the Roman emblem. ആ കല്ലറ അവര് സീൽ ചെയ്ത് അത് ഉറപ്പാക്കി. But for my Lord, that stone or the emblem or the guard is nothing. നമ്മുടെ കർത്താവിന് ആ കല്ലറയോ അതിന്റെ അടപ്പോ അതിന്റെ സീലോ അത് ഒന്നുമില്ല. Death could not keep its hold on him. ആ മരണത്തിനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. The Roman seal was nothing for him. റോമൻ ആ സീല് അവന് ഒന്നുമില്ലായിരുന്നു. When the time came, he came out of that. സമയമായപ്പോൾ അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. And these people did not know what to say. ആളുകൾക്ക് എന്താ പറയേണ്ടെന്നറിയില്ല. They came and told the rulers and the leaders. അവിടുത്തെ നേതാക്കന്മാരോട് ഭരണാധികാരികളോട് ഇവര് വന്ന് കാര്യം പറഞ്ഞു. And they said like this. അവരിങ്ങനെ പറഞ്ഞു, you make a story like this. നിങ്ങൾ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കുക. When we were sleeping, ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ his disciples came and took the body away. ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചോണ്ട് പോയി. So they know sleep is a very delicate instrument that can use against man. മനുഷ്യനെതിരായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് ഉറക്കം എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. But after all, he always does foolish things. എന്നാൽ അതിനുശേഷം അവൻ മടയത്രമാണ് ചെയ്യുന്നത്. He always does a foolish thing. The Satan, the enemy. ആ ശത്രു എപ്പോഴും മൂഢത്തരമാണ്, മടയത്രമാണ് ചെയ്യുന്നത്. When this lie was brought out, ഈ ധാന്യം അത് പൊട്ടിവിടുന്നപ്പോൾ, when this lie, the lie regarding the Lord's resurrection, ഈ കള്ളത്തരം അത് പുറത്തേക്ക് വന്നപ്പോൾ, there is a question outstanding there. അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നു. When we were sleeping, his disciples came and took the body away. ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ശിഷ്യന്മാർ വന്ന് ശരീരം മോഷ്ടിച്ചോണ്ട് പോയി. There is a question. അവിടെ ഒരു ചോദ്യം. If you were sleeping, നിങ്ങൾ ഉറങ്ങുമ്പോൾ, how do you know it was the disciples? അതെങ്ങനെയാണ് ശിഷ്യന്മാരാണെന്ന് അറിഞ്ഞത്? That means you are not sleeping. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഉറങ്ങുകയല്ലായിരുന്നു. If you were sleeping, നിങ്ങൾ ഉറങ്ങുകയായിരുന്നെങ്കിൽ why did you allow them to take it? എന്തിനാണ്
അത് എടുത്തുകൊണ്ട് പോകാൻ അനുവദിച്ചത്? See, it's a foolish argument they are bringing. അവിടെ വളരെ മണ്ടത്തരമായിരിക്കുന്ന ചില ചിന്തകളാണ് കൊണ്ടുവരുന്നത്. They know sleep is a delicate instrument. ആളുകൾക്കറിയാം ഈ ഉറക്കം എന്നുള്ളത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ്. But here it is not like that. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. It is the Lord Jesus who is telling this parable. ഇവിടെ കർത്താവാണ് ഈ ഉപമ പറയുന്നത്. He will never tell lies. കർത്താവ് കള്ളം പറയില്ല. He will tell the truth. അവൻ സത്യമാണ് പറയുന്നത്. If he says the men were sleeping, he means that they were sleeping. ഇവിടെ ആ ദാസന്മാർ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. So when they were sleeping, അവർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ the enemy came in. ഇത് ശത്രു വരികയാണ്. Beloved, I want to tell you. ഞാൻ കാര്യം പറയട്ടെ. It is not the literal sleeping that we have during the night times. ആ അക്ഷരാർത്ഥത്തിൽ നാം ഉറങ്ങുന്ന ഉറക്കത്തെ കുറിച്ചല്ല ഇവിടെ The പറയുന്നത്. Bible very clearly says, be sober and alert. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഉണർന്ന് ജാഗരൂകരായിട്ടിരിക്കുക. Always be alert. നാം എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. Matthew's Gospel chapter 26. Chapter 26. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം And verse 41. 41-ാം വാക്യം. There the Lord Jesus, when he is in the garden of Gethsemane with the disciples, കർത്താവ് തന്റെ ശിഷ്യന്മാർ ഒരുമിച്ച് ഗെത്സമന തോട്ടത്തിലായിരുന്നപ്പോൾ he asked them to sit and pray. അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. And he went away. എന്നിട്ട് കർത്താവ് മുൻപോട്ട് പോയി. But they slept off there. എന്നാൽ അവരോട് ഉറങ്ങി. You know that story. ആ കഥ നമുക്കറിയാം. And then what is the Lord telling? എന്താണ് കർത്താവ് പറഞ്ഞത്? Don't sleep. നിങ്ങൾ ഉറങ്ങരുത്. Watch and pray that you will not fall into temptation. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. If you sleep off, you will fall into temptation. നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടും. I want to tell my brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, spiritually if you sleep off, ആത്മീകമായിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ, spiritually if you become lazy, ആത്മീയമായിട്ട് നിങ്ങൾ അലസരായി തീർന്നാൽ, spiritually if you doze off, ആത്മീയമായിട്ട് നിങ്ങൾ മന്ദരായി തീർന്നാൽ, enemy is able to come in. ശത്രു കടന്നുവരും. Do not give a way for the enemy to come in. ശത്രു അകത്തേക്ക് കടക്കുവാനായിട്ട് ഒരു പഴുതും ഉണ്ടാക്കി കൊടുക്കരുത്. So the enemy came when the men were sleeping. ഈ ആളുകൾ ഉറങ്ങിയപ്പോഴാണ് ശത്രു വന്നത്. Ephesians chapter 5 and verse 14 says, എഫേസ്യർ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, awake you who sleep, arise from the dead. ഉറങ്ങുന്നവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. I want to tell my beloved, എന്റെ പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, lot of tares has been sown right amidst the people of God today. ദൈവജനത്തിന്റെ മധ്യത്തിൽ ധാരാളം കളകൾ ഇന്ന് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്. It has become a very difficult and complicated task today. ഇന്ന് അത് ഏറ്റവും പ്രശ്നകരമായ സങ്കീർണമായ ഒരു വിഷയമായി തീർന്നിരിക്കുന്നു. At least now I want to tell, ഞാൻ ഇപ്പോൾ ഈ കാര്യം പറയട്ടെ, let us not continue to sleep. നാം ഒരിക്കലും ഉറങ്ങിക്കൊണ്ടിരിക്കരുത്. Let us be awake. നമുക്ക് ഉണരാം. Let us be alert. നമുക്ക് എപ്പോഴും So that ജാഗ്രതയുള്ളവരായിരിക്കാം. Satan will have no chance to sow anymore there. ആ ശത്രുവിന് ഒരിക്കലും കളവിതയ്ക്കുവാൻ നാം അനുവദിച്ചുകൂടാ. We should be careful about the wiles of the enemy. ശത്രുവിന്റെ തന്ത്രങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. Brother was talking about the full armor of God. ദൈവത്തിന്റെ സർവായുധവർഗത്തെ കുറിച്ച് സഹോദരൻ സംസാരിച്ചല്ലോ. Ephesians chapter 6 he says, put on the whole armor of God to stand against the wiles of the enemy. എഫേസ്യർ 6-ാം അധ്യായത്തില് ദൈവത്തിന്റെ സർവായുധം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ നമ്മൾ വായിക്കുന്നു. Now when you read this verse 25 regarding the enemy sowing the tares, ഇവിടെ പിശാച് വിതച്ച കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, you know the good seed was sown first. ആദ്യമേ നല്ല വിത്താണ് വിതയ്ക്കപ്പെട്ടത്. After that the enemy came and sowed. അത് കഴിഞ്ഞാണ് ശത്രു വന്ന് വിതയ്ക്കുന്നത്. That means അതിന്റെ അർത്ഥം, wherever a good work is going on, you can expect the enemy to come there. എവിടെയെല്ലാം നല്ല പ്രവർത്തനം നടക്കുന്നോ അവിടെ ശത്രു വന്ന് കളവിതയ്ക്കും. Look back into the history in the book of Genesis. ചരിത്രത്തിലേക്ക് തിരിഞ്ഞുപോയി ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ, God did his creation. ദൈവം തന്റെ സൃഷ്ടി നിവർത്തിച്ചു. His creation was completed. ദൈവത്തിന്റെ സൃഷ്ടി പൂർത്തീകരിക്കപ്പെട്ടു. He made the garden so beautiful. ആ മനോഹരമായ നിലയിൽ ഏദൻ തോട്ടമുണ്ടാക്കി. He made the man and the woman so beautiful. സ്ത്രീയെയും പുരുഷനെയും മനോഹരമായി ദൈവം സൃഷ്ടിച്ചു. He gave them all the instruction that was needed. അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ദൈവം കൊടുത്തു. At all that time, എല്ലാം ചെയ്തു കഴിഞ്ഞു. the enemy was nowhere there. അവിടെ ശത്രു ഇല്ലായിരുന്നു. But when everything is over, എന്നാൽ എല്ലാം കഴിഞ്ഞപ്പോൾ the enemy came there. ശത്രു വന്നു അവിടെ. I want to tell you, ഞാൻ ഒരു കാര്യം പറയട്ടെ, when you are doing the work of the Lord, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ, when you are doing some good work for the Lord, ദൈവത്തിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, if you are able to see some fruit is coming up
out there. ചില ഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ കാണുമ്പോൾ Be careful all the more. നിങ്ങൾ വളരെ സൂക്ഷിക്കുക. Whenever it is a good thing that is coming up, അവിടെ നല്ല കാര്യങ്ങൾ വളർന്നു വരുമ്പോൾ you can expect Satan to come there immediately. പെട്ടെന്ന് തന്നെ ശത്രു അവിടേക്ക് വരുവാൻ സാധ്യതയുണ്ട്. Be careful about that. അതിനെക്കുറിച്ച് നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. Be watchful about that. അതിനെക്കുറിച്ച് നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നവരാണ്. Enemy sowed the tares. ഇവിടെ ഇതാ ശത്രു വന്ന് കള വിതയ്ക്കുന്നു. And then when you come to verse 26 and verse 27, 26 27 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ we see the servants observed the field. ഇവിടെ ദാസന്മാർ വന്ന് ഈ വയൽ കാണുകയാണ്. We see they came and saw when the grain sprouted and the crop appeared, the weeds also appeared. അവിടെ ദാസന്മാർ വന്ന് നോക്കിയപ്പോൾ അവിടെ ധാന്യം അത് മുളച്ച് അത് വിളവ് അതിന്റെ സമയത്ത് വിളവ് കൊടുക്കുകയാണ്. You know, it is the good man who sowed the seed, the good seed in his field. ആ നല്ല മനുഷ്യൻ തന്റെ നല്ല സ്ഥലത്ത് നല്ല വിത്താണ് വിതച്ചത്. That will definitely sprout out. തീർച്ചയായിട്ടും അത് മുളച്ചു വരിക തന്നെ ചെയ്യും. 1 Corinthians chapter 3 verse 6 and 7 says, 1 Corinthians 3:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ we see that it is the Lord who gives the increase. ദൈവമാണ് വളർത്തുമാറാക്കുന്നത് എന്ന് നമ്മളോട് വായിക്കുന്നു. If you do some good work, നാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, if you sow the good seed, നമ്മൾ നല്ല വിത്ത് വിതയ്ക്കുമ്പോൾ, it is God who blesses that. അത് ദൈവമാണ് വളർത്തുന്നത്. God's words will never go waste. ദൈവത്തിന്റെ ആ വിത്ത് ഒരിക്കലും വൃഥാവായി പോകുകയില്ല. Even if Satan has come and sown some tares in between, അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ശത്രു കള വിതച്ചാലും, the standing word of God is like this. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, My word shall not return to me unless it completes its work. ദൈവത്തിന്റെ വചനം അതിന്റെ വേല നിവർത്തിക്കാതെ ഒരിക്കലും തിരികെ വരികയില്ല. Once it has gone out from the mouth of God, അത് ദൈവത്തിന്റെ വായിൽ നിന്ന് ഒരിക്കൽ പുറപ്പെട്ടാൽ it will do its work. അത് അതിന്റെ വേല ചെയ്യും. I want to tell you, my beloved, ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, the air is filled with the word of God today. ഇന്ന് ഈ അന്തരീക്ഷം മുഴുവനും ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞിരിക്കുക. Sometimes I think like this. ഞാൻ ചിലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, One of the reasons why Satan is still not able to do his work at large, ശത്രുവിന് തന്റെ പ്രവൃത്തി അതിന്റെ എല്ലാ വിധത്തിലും ചെയ്യാൻ കഴിയാതെ പോകുന്നത്. we have been preaching the word here. നാം ഇവിടെ ദൈവവചനം പ്രസംഗിക്കുന്നു. Not only here, ഇവിടെ മാത്രമല്ല, around the world. ലോകത്തിലെവിടെയും So many loudspeakers. അനേക ലൗഡ് സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. The air is full of the word of God. ഈ അന്തരീക്ഷം മുഴുവനും ദൈവവചനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. We have the radio ministries. റേഡിയോ മിനിസ്ട്രി ഉണ്ട്. We have the television ministry. ടെലിവിഷനിലുള്ള പ്രസംഗമുണ്ട്. Even the wave in the midair is filled with the word of God. ഈ അന്തരീക്ഷം മുഴുവനും അത് ദൈവവചനത്താൽ You നിറയപ്പെട്ടിരിക്കുകയാണ്. may not see an immediate result sometime. ഒരു പക്ഷെങ്കിൽ പെട്ടെന്ന് അതിന്റെ ഫലം കാണുവാൻ കഴിഞ്ഞില്ല എന്ന് The വന്നേക്കാം. Bible says like this. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, If you sow the seed in His name, കർത്താവിന്റെ നാമത്തിൽ നമ്മൾ വചനം വിതച്ചാൽ, if it is the good seed that He has given you, ദൈവം നിങ്ങൾക്കെന്ന് നല്ല വിത്ത് വിതച്ചാൽ it will not return empty. അതൊരിക്കലും വൃഥാവായി പോകുകയില്ല. It will produce its crop. അത് അതിന്റെ വിളവ് നൽകുക തന്നെ ചെയ്യും. Even if the tares are there. അവിടെ കളയുണ്ടെങ്കിൽ പോലും. So you see, it produced the crop there. ഇവിടെ നോക്കുക, അത് അതിന്റെ വിളവ് നൽകുകയാണ്. But when these servants came and observed the crop, ഈ ദാസന്മാർ വന്ന് ഈ വയല് അവർ നിരീക്ഷിച്ചപ്പോൾ they saw the